ഹലോ ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ഫ്രഷ് ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനെ നമുക്ക് ഉപ്പും ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് നല്ലതുപോലെ ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇത് ഞാൻ നന്നായി വേവിച്ചെടുത്ത ബീഫാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഗ്രാമ്പു, പട്ട അങ്ങനത്തെ കുറച്ച് മസാലാസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇടത്തരം 2 സവാള ഞാൻ നീളത്തിൽ മുറിച്ചെടുത്തതാണ്. അത് നമുക്ക് നല്ലതുപോലെ സവാള ഒന്ന് വാടുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഞാനിവിടെ സ്പീഡായിട്ട് ചെയ്തതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ കുറച്ച് തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് ചേരുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായ മസാലാസ് ചേർത്ത് കൊടുക്കാം. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ നന്നായി സവാളയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഏകദേശം നന്നായി സവാളയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയൊക്കെ ബീഫിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്നുകൂടെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ ആദ്യം ഉപ്പിട്ട് വേവിച്ച ബീഫാണ്. ഉപ്പ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും നെയ്ച്ചോറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ബീഫ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.